ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, ഞങ്ങൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഫോട്ടോസിൽ കാർണിവൽ കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. പക്ഷെ സാഹചര്യം കൊണ്ട് പോകാൻ പറ്റില്ല. വേറെ ഒന്നുമല്ല, ഒന്നാം തീയതി പോകാൻ പറ്റില്ല. അതിന് ദിവസം 1-ാം തീയതി പോകാൻ പറ്റില്ല. വേറെ ഒന്നുമല്ല, അവിടെ ഭയങ്കര തിരക്കും കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഓട്ടോയായിട്ട് നമുക്ക് അങ്ങോട്ട് പോക്ക് റിസ്ക്. കാര്യം ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്തെങ്കിലും ഇട്ടിട്ട് നടന്ന് പോകേണ്ടി വരും. അപ്പൊ അത് കാരണമാണ് പോകുന്നത്. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞാണ് പോയത്. ഞങ്ങളുടെ കൂടെ എന്റെ ഒരു കൂട്ടുകാരനും വൈഫും ഉണ്ടായി, ഞങ്ങൾ ഒരുമിച്ചാണ്, പിള്ളേരും ഉണ്ടായി. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പോയി. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞങ്ങൾ ഫോട്ടോ വെച്ച് വെളിയിലെത്തി. അപ്പൊ ഇതാണ് നമ്മുടെ കൂട്ടുകാരാട്ടാ, റിയ, രഞ്ജു, 2 പിള്ളേര്, മൂത്ത വെച്ച് പിന്നെ റിസാമുട്ട. അപ്പൊ ഞങ്ങൾ ഇതിൽ കയറാൻ വേണ്ടിയാണ്, പിള്ളേർക്ക് ഒരു ആഗ്രഹം അതിൽ കയറണം. എല്ലാരും കൂടെ പോയി ടിക്കറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി ചെന്ന് നിന്നപ്പോ രഞ്ജു ബ്രോ ടിക്കറ്റ് എടുക്കണ കേട്ടോ. ഞങ്ങളങ്ങനെ നോക്കി നിക്കണ്. തിരക്കാണ്, ഒന്നും പറയാനില്ല. 2 ദിവസം കഴിഞ്ഞു പോയിട്ടാണ് ഇത്രയും തിരക്ക്. അപ്പൊ മുകളിലോട്ട് കയറി പോവാട്ടോ. അപ്പൊ ഈ സൈഡിൽ കൂടെ കയറിയാ പിന്നെ അപ്പുറ സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ അതിന്റെ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ഒരു ടീമിന്റെ കഴിയാൻ പോണു. അപ്പൊ അതൊക്കെ കണ്ടപ്പോ തന്നെ ലിൻഡു ഇറങ്ങി ഓടാൻ വേണ്ടി അപ്പൊ ഞങ്ങള് പതിയെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോ തന്നെ ഞങ്ങൾ കണ്ണൊക്കെ പൊട്ടിയിട്ട് ഞാനറിയേ അവര് ഇന്ത്യയിലാണ്. പിന്നെ ആദ്യം വലിയ കുഴപ്പമില്ല, എന്നാലും കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ആളും പതിയേടാവുന്നായി. പിന്നെ ബാക്കിലുള്ളവരൊക്കെ കാറി തുടങ്ങി, ഞങ്ങളാണ് ഉണ്ടായിരിക്കണം. കുറെ ഇരിക്കുമ്പോ നമുക്ക് വീഡിയോയിൽ തന്നെ കാണാല്ല ബാക്കി ഇരിക്കുന്ന ആൾക്കാര്. റിയ അവിടെ കിടപ്പ് തുടങ്ങി, കെട്ടിപ്പിടിച്ച് കിടക്കാൻ റിയ. അത് കഴിഞ്ഞപ്പോ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അത്. ഞാൻ വീഡിയോ എടുക്കണ എനിക്ക് കൂടുതൽ എല്ലാരെയും ഒന്നും ശ്രദ്ധിക്കാനോ നമുക്ക് അതില് ഫുൾ എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല സത്യം പറഞ്ഞ. വീഡിയോ എടുക്കല്ലേ ഫോണ് പോവെന്ന് പറഞ്ഞ ഇതിൽ കാണുന്ന പോലെ അല്ല, ഭയങ്കര ഉയരത്തിൽ പോയിട്ടാണ് ആ സാധനം താഴത്തേക്ക് വന്നത്. കാര്യം അപ്പൊ അതില് ഞങ്ങളെന്നാ സെന്ററിൽ ഇരുന്നിട്ട് ഇങ്ങനെ അപ്പൊ അറ്റത്തിരിക്കുന്നവരുടെയൊക്കെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അമ്മോ ഇത് കണ്ട, ഏറ്റവും വലിയൊരു മരത്തിന്റെ അറ്റത്താണ് ആ പോയിട്ട് ആ കൊമ്പ് തിരിച്ചു വന്നത്. എന്തായാലും കൊള്ളാം, നല്ലൊരു അനുഭവമായിരുന്നു. ടിൻഡൂസ് ഇപ്പൊ ഡൗൺ ആവട്ടെ, ഏകദേശം ടിൻഡുവിന്റെ വരെ കണ്ട പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഓർത്ത ആളാ പകുതിക്കലത്തായിട്ടിറങ്ങി ആൺകുട്ടന് ഏകദേശം ഒക്കെ എന്തൊക്കെ പോലെ തോന്നുന്നുണ്ട്. മുഖമൊക്കെ ഇടക്കിടക്ക് വെട്ടിച്ച് മാറ്റമുണ്ട്. 5 മിനിറ്റത്തേക്ക് മരവിച്ച് അതിലൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. അവര് ഇറങ്ങുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുന്നില്ല. വീഡിയോ എടുക്കണ കൂടുതൽ ഒന്നും കാണിക്കാനും പറ്റില്ല. ഇതാണ് ഏറ്റവും വലിയ തമാശ, ഇതാണ് ഏറ്റവും വലിയ രസം. കാരണം ഞാനിത് പിടിക്കാൻ കാര്യം എന്ന് വെച്ചാൽ അവൻ ഒരു സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും കളിച്ചു നിർത്തും, മുകളിലേക്ക് പോകുമ്പോ പിന്നെയും തുടങ്ങും. കണ്ട അങ്ങനെ ആള് ആ ഒരു മൂഡില് എന്താണ് അവന്റെ ഉള്ളിൽ അപ്പൊ തോന്നണെന്ന് അറിയില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഇറങ്ങി താഴത്ത് വന്നപ്പോഴത്തേക്കും ഒരു ബജിക്കട കണ്ട് അതിലിരുന്ന തണുത്ത കാറ്റൊക്കെ കൊണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ല ചൂട് ബജ്ജി കഴിക്കണം എന്ന് തോന്നി കേട്ടോ. അങ്ങനെ ഒരു ബജ്ജി ഞങ്ങൾ പറഞ്ഞാൽ വാങ്ങിച്ചോളൂ, എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കാം. കാര്യം അതിൽ കയറിയതിന്റെ തലപ്പോച്ചിലും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് അധികം കഴിക്കാം. കഴിക്കാനേ തോന്നുന്നില്ല. ഡാങ്കൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവനത് നിർബന്ധം പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ഉറവ് വാങ്ങിച്ച് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഉറവ് വാങ്ങിച്ചത് എല്ലാവരും കൂടെ ഷെയർ ചെയ്തപ്പോഴത്തേക്കും അവർക്ക് അതുകൊണ്ട് താല്പര്യമില്ല, അവർക്ക് ഐസ്ക്രീം മതിയെന്നു. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ അവൾ ബഹളം. ഡാങ്കൂട്ടം കിട്ടിയടപ്പ കിട്ടിയെന്ന് പറഞ്ഞ് വെച്ച തകർക്കാണ് അത്. ടിൻഡും ടേസ്റ്റ് ഒക്കെ നോക്കിയത് കൊള്ളാന്നൊക്കെ പറയുന്നുണ്ട്. ചൂട് ഡാങ്കൂട്ടിന് അങ്ങനെയൊന്നും ഇല്ല കേട്ടാ, പാവം. ഐസ്ക്രീം തപ്പി ഞങ്ങള് പോണേട്ടാ. അപ്പൊ ഡാങ്കൂട്ടൻ ആദ്യമൊക്കെ പറഞ്ഞ് എനിക്ക് വേണ്ട ഐസ്ക്രീം ഒന്നും എനിക്ക് വേണ്ട. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വാച്ചിന് വാങ്ങിച്ചു കൊടുക്കണ്ടപ്പോഴത്തേക്ക് അപ്പ വേണം. ഞാൻ പറഞ്ഞു അവൻ സ്കൂളൊക്കെ തുറക്കാൻ പോണല്ലേ. അപ്പൊ ഞാൻ ചുമയും കാര്യമൊക്കെ വരും, പിന്നെ ആശുപത്രി പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും വാച്ച് പറഞ്ഞ മേടിച്ച് കഴിക്കണപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എനിക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഓരോ വാങ്ങിച്ചു കൊടുത്തു. പിള്ളേരെ ആഗ്രഹമില്ലേ, ഓരോ വാങ്ങിച്ചു കൊടുത്ത ആളതിന്റെ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ അങ്ങനെ ഇരിക്കണം. അപ്പൊ തൊട്ടപ്പുറത്തൊരു കുൽക്കി സർബത്ത് അടിക്കണ കട കുടിച്ചില്ല. കാര്യം ഞങ്ങള് എല്ലാം കൂടെ അത് കുടിച്ചില്ല, ജസ്റ്റ് അത് വീഡിയോ ഷൂട്ട് ചെയ്തത്രേ ഉള്ളൂ.
അതൊക്കെ കഴിഞ്ഞത് ഒരു കുഞ്ഞിന് തലയില് അത് കണ്ടപ്പോഴത്തേക്ക് അത് തലയെ വെക്കണോ അങ്ങനെ അത് പറഞ്ഞ വെച്ച് തലയെ വെച്ച് ആ വായിനെ പറ്റിച്ച് വീഡിയോയിൽ എടുക്കാൻ വേണ്ടി തലയെ വെച്ചിട്ട് അത് അയാളുടെ ഊരി കൊടുത്തിട്ട് പോകുന്നു. അത് അത്ര ഇത്ര നേരത്തേക്കല്ലേ ഉപയോഗിക്കുള്ളൂ. ഞാനൊരു ഫോട്ടോ എടുത്തേക്കെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ റിസാങ്കുട്ടനൊരു മറ്റേ ഹൈഡ്രോജൻ ബലൂൺ വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ പോയി ഇന്ത്യ വരണം നോക്കിക്കൊണ്ടിരിക്കണ കേട്ടാ. നോക്കി ഓരോ കാണിച്ചിട്ട് അവൻ അതൊക്കെ ഒന്നും വേണ്ട. ലാസ്റ്റ് അവൻ തന്നെ കഴിയണ്ട കൈ ചൂണ്ടി പറഞ്ഞ സെലക്ട് ചെയ്തെടുത്ത് അവന് ഇഷ്ടപ്പെട്ട പറഞ്ഞ അവൻ സെലക്ട് ചെയ്തെടുത്ത് ഈ കാണുന്നതാണ് അവൻ വാങ്ങിച്ചു കേട്ടോ. അരമണിക്കൂർ പോലും ഉണ്ടായിരുന്നില്ല, കടിച്ചു പൊട്ടിച്ചു മതി അവൻ. വീട്ടിലെത്തിയില്ല അത്. പിന്നെ ഇതിന്റെ ആൺകുട്ടൻ വലിച്ചോണ്ട് പോയതാ. പിടിച്ചു വലിച്ചോണ്ട് പോയി, പക്ഷെ അതിൽ കയറ്റിയില്ല. കാര്യം ഞങ്ങൾ അർത്തിങ്ക പള്ളിയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് അതിലേക്ക് കയറാം. അത്ര വലിയ രസമൊന്നുമില്ല, കാണുന്നവരെന്ത് മാത്രമേ ഉള്ളൂ. തുറന്ന് വാങ്ങിക്ക് ചേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് കറുത്ത പണിയായ, പക്ഷെ അത് ഞങ്ങൾക്ക് ആയിരിക്കും വേണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി നടന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാണ്ടായി. കുറച്ച് അങ്ങോട്ട് മാറി ആ ആർച്ച് കാണുന്നതിന്റെ അപ്പുറത്ത് പോയിട്ട് ഞങ്ങള് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്ത ഫോട്ടോസ് കേട്ടോ. എടുത്തില്ല, കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തുള്ളു. പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് നടന്നൊക്കെ കാലൊക്കെ കുഴഞ്ഞ് ഞങ്ങള് തിരിച്ചു പോകാൻ വേണ്ടി നടന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരോടും ഞാൻ പറഞ്ഞു ടാറ്റയൊക്കെ കൊടുത്തായിരുന്നു പറഞ്ഞപ്പോ എല്ലാവരും ടാറ്റയൊക്കെ തന്ന്. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. അപ്പൊ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, തുടക്കക്കാരല്ലേ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.